സ്കൂൾ ഓപ്പൺ ആയത് അറിഞ്ഞില്ലേ? ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, നാട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. നമ്മളൊരു യാത്ര തുടങ്ങുമ്പോൾ പല ആഗ്രഹങ്ങളും പ്ലാനുകളും ഒക്കെ മനസ്സിലുണ്ടാവില്ലേ? ഈ 3 മാസത്തിൽ അതിൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. പിന്നെ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് നല്ല യാത്രകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. ഇത്ര പെട്ടെന്ന് 3 മാസം കഴിഞ്ഞോ? വീട്ടിൽ പോകാനുള്ള സമയമായെങ്കിലും ഇന്നലെ കപ്പലിലെത്തിയ ഒരു പ്രതീതിയാണ് ട്ടോ ഇപ്പോഴും. ക്ലാസ്സുകൾ കുറച്ചൊക്കെ മിസ്സായിരുന്നെങ്കിലും സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും ഫ്രണ്ട്സ് വഴിയൊക്കെ ആയിട്ട് നോട്ട്സ് കിട്ടിയിരുന്നതുകൊണ്ട് രണ്ടുപേർക്കും സ്കൂൾ പോർഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണല്ലോ. പാഠപുസ്തകത്തിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും ആസ്വദിച്ചും അനുഭവിച്ചറിയാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. കുട്ടികൾ ലോകം കണ്ട് വളരട്ടെ അല്ലേ? ഇങ്ങനെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ നാട്ടിലേക്ക് പോകാൻ. ഏറെക്കുറെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. സ്കൂൾ ബുക്സും സ്റ്റോറി ബുക്സും ഒക്കെ ആയിട്ട് എന്റെ ട്രോളിയുടെ മുക്കാൽ ഭാഗവും നിറഞ്ഞു. ഇവിടെ ഇപ്പൊ സമയം രാത്രി 2 മണിയായിട്ടോ. ഞാൻ ഈ പാക്ക് ചെയ്യുന്നതിനിടയിൽ അവർ ഉറക്കായി. പറയാൻ വിട്ടു. ഇപ്പൊ ഞങ്ങൾ സിംഗപ്പൂർ പോർട്ടിലായിട്ടുള്ളത്. നാളെ രാത്രി 1 മണിക്കാണ് കപ്പലിൽ നിന്ന് ഇറങ്ങുന്നത്. രാവിലെ 10:30ക്കാണ് ഫ്ലൈറ്റ്. ഇത്രയും സമയം ഉള്ളതുകൊണ്ടും പിന്നെ സിംഗപ്പൂർ എയർപോർട്ടിലേക്ക് മുസ്തഫ ഷോപ്പിംഗ് സെന്റർ വഴി പോകുന്നതുകൊണ്ടും തന്നെ അവിടുന്ന് 4-5 മണിക്കൂർ ഷോപ്പിംഗ് ചെയ്യാന്ന് കരുതുന്നു. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമും ക്ലീൻ ചെയ്തു. ഓഫീസേഴ്സിന് റൂം ക്ലീനിങ്ങിനും GS ഉണ്ടെങ്കിലും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ തന്നെയാട്ടോ ഞങ്ങളുടെ ഈ കൊച്ചു വീട് ക്ലീൻ ചെയ്തിരുന്നത്. ജോഹാനക്കാണെങ്കിൽ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഉറങ്ങാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. ജോസ് ആണെങ്കിൽ പുതിയ ചീഫ് ഓഫീസറിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ആ സമയത്ത് അവസാനമായി ബ്രിഡ്ജ് ഒന്നുകൂടി കാണാൻ ഞങ്ങളും എത്തി. ഇനി ഈ ക്യാബിൻ പുതിയ ചീഫ് ഓഫീസറുടെ ആണെങ്കിലും ഞങ്ങളുടെ വീട് ലോക്ക് ചെയ്ത് യാത്ര പോകുന്ന ഫീൽ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. വെളുപ്പിന് 1 മണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരോടും വൈകുന്നേരത്തോടെ തന്നെ യാത്ര പറഞ്ഞിരുന്നു. ഈ സമയത്തായതുകൊണ്ട് ആരോടും യാത്ര അയക്കാൻ വരണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിലും ജോഹാനൊക്കെ എങ്ങനെയാ കാണാൻ എല്ലാവരും എത്തി കേട്ടോ.